ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് എന്ത് കൂട്ടാൻ വെക്കുകയാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? വീട്ടിൽ ചെറുപയർ ഇരിപ്പുണ്ടോ? സിമ്പിളായിട്ടും വെറൈറ്റി ആയിട്ടും ചോറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒരുപോലെ കൂട്ടാൻ പറ്റണ ഒരു കിടിലൻ ചെറുപയർ കറിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. 1/4 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. നല്ലോണം വറുത്തെടുക്കാം. വറുത്തെടുത്ത് ചെറുപയർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ഉരുളക്കിഴങ്ങ് എടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് പാനിലേക്ക് ചേർക്കാം. ഉരുളക്കിഴങ്ങ് വേവാനായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വറുത്ത പയർ ഒന്ന് പൊടിച്ചെടുക്കാം. പൗഡർ ആവരുതിട്ട്, ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞ് മാത്രം കിട്ടിയാൽ മതി. ഇതുപോലെ വേണം കേട്ടോ പൊടിയാനായിട്ട്, ഒരുപാട് പൗഡർ ആവരുത്. ഈ പരിപ്പ് 2-3 പ്രാവശ്യം നല്ലോണം കഴുകിയെടുക്കാം. കഴുകിയെടുത്ത പരിപ്പ് ഉരുളക്കിഴങ്ങിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഉരുളക്കിഴങ്ങും പരിപ്പും നമുക്ക് വേവിച്ചെടുക്കാം. പരിപ്പ് ഒന്ന് പൊടിച്ച കാരണം പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. പരിപ്പും ഉരുളക്കിഴങ്ങും വേവുമ്പോഴേക്കും നമുക്ക് 2-3 സാധനം വാട്ടിയെടുക്കാം. 1 ടീസ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 10 ചെറിയ ഉള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി, കുറച്ച് വേപ്പില. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ ഇതിലേക്ക് 2 തക്കാളി ചേർക്കുന്നുണ്ട്. കറി ഒന്ന് സോഫ്റ്റ് ആവട്ടെ. തക്കാളി സോഫ്റ്റ് ആകുമ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നാളികേരം ചേർക്കുന്നുണ്ട്. നാളികേരം ഒന്ന് വറുത്തെടുക്കാം. നാളികേരം ഒന്ന് വാടി വരുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എല്ലാം മിക്സ് ചെയ്തെടുത്ത് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് പോട്ടെ. പൊടികളുടെ പച്ചമണമൊക്കെ പോയിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ മിക്സ് തണുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഫൈനായിട്ട് അരച്ചെടുക്കാം. ഉരുളക്കിഴങ്ങും പരിപ്പും നല്ലോണം വെന്തുട്ടാൽ പരിപ്പ് വെന്ത് ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഇങ്ങനെയാകുമ്പോൾ ചെറുപയർ വേവുമോ എന്നുള്ളത്. ഇത് കണ്ടില്ലേ, നല്ല ഫൈനായിട്ട് വെന്ത് കിട്ടും. ഉരുളക്കിഴങ്ങ് വേവനോടൊപ്പം തന്നെ പരിപ്പും നമുക്ക് വെന്ത് കിട്ടും. എനിക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ പേസ്റ്റ് ചേർക്കാം. ജാറ് കഴുകി ആ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. എത്ര ചാറ് വേണോ അതനുസരിച്ച് ഈ സ്റ്റേജിൽ വെള്ളം ആഡ് ചെയ്തോളൂ. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. 5 മിനിറ്റ് നല്ലോണം തിളപ്പിച്ചു വിട്ടാൽ നമ്മൾ അരപ്പ് ചേർക്കണില്ലേ, ആ സമയത്ത് തന്നെ ഉപ്പ് ചേർത്തോളൂ കേട്ടോ. ഞാനത് മറന്നു പോയതാണ്, ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. കറിയിൽ ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. അരപ്പിൻ്റെ പച്ചമണം പോയി. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കറി വറുത്ത് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് വേപ്പിലയും 2 ചുവന്ന മുളക്, 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇത് കറിയിലേക്ക് ചേർക്കാം. ഈ കറിയിലേക്ക് 1 സ്റ്റെപ്പും കൂടി ഉണ്ട് കേട്ടോ, അത് ഒഴിവാക്കരുത്. ആ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. അതേ പാനിലേക്ക് 1 ടീസ്പൂൺ വെള്ള എള്ളാണ് കേട്ടോ ചേർക്കണ. എണ്ണയൊന്നും ചേർക്കണ്ട, വെറുതെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്താൽ മതി. ഞാൻ കറി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്കാണ് എള്ളിട്ട് കൊടുക്കണേ. ഈ ഇൻഗ്രീഡിയൻറ്റ് മിസ് ചെയ്യരുത് കേട്ടോ. ഇതിടുമ്പോൾ അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടാവും കറി. ഇങ്ങനെ ഒരു ചെറുപയർ കറി നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ട്രൈ ചെയ്ത് നോക്കൂട്ടോ, ഒരിക്കലും മിസ് ചെയ്യരുത്. അത്രയ്ക്കും ടേസ്റ്റുള്ള ഒരു കറിയാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.